അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ബേക്കറി കിട്ടുന്ന പ്ലം കേക്ക് അതേ രുചിയിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അത് ഓവനിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലോ ഉണ്ടാക്കാം. ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് ഉണ്ടാക്കുന്നത്. പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കാം. 1/2 കപ്പ് കറുത്ത മുന്തിരി, 2 ടേബിൾ സ്പൂണ് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് ഈത്തപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരു 6 ഈത്തപ്പഴം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയാണ് എടുത്ത് വെക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടുന്നത്. സ്റ്റവ് ഓൺ ചെയ്ത് ഒരു അലുമിനിയം പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാരയിൽ നിന്ന് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ കാരമൽ ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റീലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ ഏത് പാത്രം ഉപയോഗിക്കാം. പക്ഷേ അലൂമിനിയം ആകുമ്പോൾ സൈഡൊന്നും പിടിക്കാതെ പെട്ടെന്ന് തന്നെ കരമലായി കിട്ടും. പഞ്ചസാര മുഴുവനും മെൽട്ടായി വന്നിട്ടുണ്ട്. അതുപോലെ കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം തീ ചെറുതാക്കിയതിന് ശേഷം കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു നുള്ള് കറുപ്പ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. തിളച്ച് വറ്റി വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോഴേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ ഇത് തണുത്തതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ തണുത്ത് വരുമ്പോഴേക്കും കുറച്ചും കൂടി കട്ടിയായി വരും. ബേക്കിംഗ് ട്രേ റെഡിയാക്കുക. അതിന് കുറച്ച് ഓയിൽ പറ്റി കൊടുക്കുക. അതിനുശേഷം മൈദയും ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ നല്ലപോലെ എല്ലാ ഭാഗത്തും പറ്റി കൊടുക്കുക. അതിനടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതാണ് നല്ലത്. എന്നാൽ പെട്ടെന്ന് തന്നെ കേക്ക് ഇളക്കി കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. മൈദ അരിച്ചെടുക്കണം. അതുകൊണ്ട് ഒരു അരിപ്പിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് 2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാം. രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. നേരത്തെ എടുത്ത് വെച്ച 1/2 കപ്പ് പഞ്ചസാര നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ 30 സെക്കൻഡ് അടിച്ചെടുക്കാം. മുട്ട നല്ലപോലെ അടിച്ചെടുത്തിട്ട് നല്ല പതയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്തിട്ട് ഒരു 15 സെക്കൻഡ് അടിച്ചെടുക്കാം. പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്തിട്ട് ഇത് വീണ്ടും അടിച്ചെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടിച്ചെടുത്ത മിക്സ്ചർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് കറുപ്പയും കൂടി ചേർത്ത് കൊടുക്കുക. ഗൾഫിൽ നിന്നെല്ലാം കിട്ടുന്ന കറുപ്പാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ എടുത്ത് വെച്ച മൈദ കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മുഴുവൻ മൈദ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 10 അണ്ടിപ്പരിപ്പ് ചെറുതായി മുറിച്ച് ഇതിലേക്ക് കുറച്ച് മൈദ മിക്സ് ചെയ്തിട്ട് ഇതിലിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം.
നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മെല്ലെ ചെറുങ്ങനെ ഇങ്ങനെ മുട്ടിയെടുക്കുക. ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും. ഒരു കടി തട്ടിയുള്ള പാത്രം ഞാൻ പ്രീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ഓവൻ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കുക. അത് ഞാൻ ആദ്യം ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എന്താണോ സ്റ്റീൽ പാത്രം എന്താ ഉള്ളത് അത് വെച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതുണ്ടായാൽ കേക്ക് ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇത് അടച്ചു വെച്ച് ഒരു 3/4 മണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു 15 മിനിറ്റ് ചെറിയ തീയിലും ഒഴിച്ചെടുക്കുക. ഒരു മണിക്കൂർ ആയിട്ടുണ്ട്. ഒരു മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇന്നൊരു കുപ്പിനോ അല്ലെങ്കിൽ ഉരുക്കിലോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ കുത്തി നോക്കുക. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതിന് ഉള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഈ ട്രെയിൽ നിന്ന് മാറ്റിയിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ള പെർഫെക്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം ഒന്ന് അറിയിക്കുക. എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.